ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ് സ്റ്റൗവിന് തീ കുറവായിട്ട് വരുന്നത്. ഇതിപ്പോ ഈ സ്റ്റൗവിന് തന്നെ നോക്കി, വലിയ ബർണറിൽ തീ കുറവ്, ചെറിയ ബർണറിൽ പിന്നെ അത്യാവശ്യം തീ കുഴപ്പമില്ലാതെ കത്തുന്നുണ്ട്. അപ്പോൾ ആ കംപ്ലൈന്റ് എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിന്റെ ബർണറിന്റെ സ്ക്രൂ ഒക്കെ അഴിച്ച് മാറ്റി ബർണർ ഒരേന്നായിട്ട് ഇളക്കി മാറ്റാം. അപ്പൊ അതിനു മുമ്പ് സാധനങ്ങളൊക്കെ അഴിച്ച് വേറെ കുറെ സാധനങ്ങളൊക്കെ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓടിച്ച് കളഞ്ഞാണ്, കാരണം നമ്മുടെ വീഡിയോ അധികം ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെ അഴിച്ചു മാറ്റിയതിന് ശേഷം വരുന്നതെന്ന് വെച്ചാൽ, ഈ തീ കുറയാനുള്ള മെയിൻ കാരണം ഇതിൽ വരുന്ന ഈ ജെറ്റ് ഉണ്ടല്ലോ, ഈ ജെറ്റിൽ വന്ന് അഴുക്കടിഞ്ഞിട്ടാണ് ഈ ജെറ്റ് ബ്ലോക്ക് ആകുമ്പോൾ ഗ്യാസ് ശരിക്കും പുറത്തേക്ക് വരാതെ വരുമ്പോഴാണ് നമുക്ക് തീ കുറവായിട്ട് വരുന്നത്. മിക്കവരും വിചാരിക്കും ഇത് ബർണറിന്റെ കംപ്ലൈന്റ് ആണെന്ന് വെച്ച് ബർണർ അങ്ങനെ തന്നെ മാറ്റാനൊക്കെ ശ്രമിക്കും. പിന്നെ ഇതിപ്പോ ഈ ജെറ്റ് അഴിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് അഴിക്കണം. ഈ സാധനത്തിൽ ബ്ലോക്ക് വന്നു കഴിഞ്ഞാലാണ് ഇത് ഗ്യാസ് ഇതിൽ കൂടെ നല്ല കറക്റ്റായിട്ട് വരാണ്ടിരിക്കുമ്പോഴാണ് തീയൊക്കെ കുറയണം. മെയിൻ പ്രശ്നം ഇതാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് അഴിക്കാണ്ട് ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഇവിടെ വെച്ച് തന്നെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള അഴുക്ക് പിന്നെയും ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്കാണ് പോണത്. ഈ ട്യൂബിൻ്റെ ഉള്ളിലേക്കും ഈ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഗ്യാസ് കത്തിച്ച് വരുമ്പോഴത്തേക്കും ഇതിൽ കൂടി പിന്നെയും വന്ന് ഇത് അടയും. ഈ ഹോൾ ചെറിയ നൈസായിട്ടുള്ളൊരു ഹോളാണുള്ള. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളാ വയറിൽ നിന്ന് 2-3 സ്ലാഗ് എടുത്തിട്ടുണ്ട്, കോപ്പറിൻ്റെ വയറിന്. അതെടുത്തിട്ട് ഇങ്ങനെ കുത്തി ക്ലീൻ ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പരിപാടികളുണ്ട്, അതിൽ നിന്ന് ഊതിക്കളയാനുള്ളൊരു പരിപാടികളുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പക്കയാവുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കിടക്കണതൊക്കെ പിന്നെയും വന്ന് ബ്ലോക്കാവും. നന്നായിട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അഴിച്ചിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ത്രെഡൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിസ്സാരമായിട്ട് ഇതായിട്ടുള്ള സാധനമൊക്കെയാണ്. അപ്പോൾ നോക്കി അഴിച്ചില്ലെങ്കിൽ ഇതിൻ്റെ പിരിവും മുറുക്കുമ്പോഴും ഒരു ഇത് മുറുകി കഴിയുമ്പോൾ നിർത്താറുണ്ട്. ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്യരുത്. ബ്രെഡ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സാധനം അങ്ങനെ തന്നെ മാറ്റേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഈ ഭാഗമൊക്കെ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തേക്കണം. ഇവിടെ ഈ കറി വെക്കുമ്പോഴുള്ള ചാറും വെള്ളം അതൊക്കെ ഇട്ടാണ് പാർക്ക് മര്യാദക്ക് വർക്കാകാതിരുന്നത്. അപ്പോൾ ഇവിടെയും ഇതൊക്കെ തുറുമ്പായിരുന്നു. അപ്പോൾ അതൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ട്. വേറെ ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വന്നേക്കണത് ഈ ഒരു നോബിൻ്റെ ഇവിടെ പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ വേറെ പഴയ നോബ് എടുത്തിട്ടുണ്ട്, അതെടുത്ത് ഇതിലേക്ക് സൂട്ടാകാൻ നോക്കാം. അതെടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വേറെ പഴയ നോബ് ഇതിൽ സൂട്ടായിട്ടുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇത് 2 സൈഡും വ്യത്യാസമുണ്ട് കേട്ടോ. ഈ വലിയ ബർണർ വരുന്നതും ചെറിയത് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ചെറുതിൻ്റെ ചെറിയ ഹോളാണ്, അതുപോലെ ഇതും വ്യത്യാസമുണ്ട്. സ്പാനറിൻ്റെ സൈസും വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് വെക്കാം. അല്ലാതെ മിക്കവരും വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതൊന്നും ചെയ്യേണ്ട, അവിടെ അഴിക്കാണ്ട് അവിടെ വെച്ച് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതൊക്കെ അബദ്ധമാണ്. കുറച്ച് നേരത്തേക്ക് കത്തും. അത് കഴിയുമ്പോഴത്തേക്കും ഒരു 1-2 ദിവസം കത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെയും അവിടെ വന്ന് ഈ അഴുക്കൊക്കെ അടിയും. കാരണം ഇതിൽ നിന്ന് അഴുക്ക് പുറത്തേക്ക് പോകണില്ലല്ലോ, ഇവിടെ തന്നെ നിൽക്കാനുള്ള ഇതിനുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞൊരു ഓസ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ഓസ് ഇല്ലാത്ത കാരണം ഞാൻ നിങ്ങൾ ഊതിനുണ്ട്. നന്നായിട്ട് എയർ പോണാടാ. എൻ്റെ കയ്യിൽ വേറെ ഓസൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങ് ഊതിയത്. പക്ഷേ ഊതുന്നതിന് മുമ്പ് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെയാണ് ഊതിയേക്കണത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ത്രെഡൊക്കെ കൈ കൊണ്ട് തന്നെ മുറുക്കിയാലും മതി, എന്നിട്ട് ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങളുടെ സ്റ്റൗ നന്നാക്കാൻ പറ്റിയെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുകയും വേണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബായ്.